കൊളോണിയൽ. ഇന്നത്തെ ഒരു ഫാസിസ്റ്റ് അതിപ്രസരം ദേശീയ വിദ്യാഭ്യാസ നയം നോക്കിയാൽ ഇത് വളരെ വളരെ വ്യക്തവും കൃത്യമായിട്ട് കാണാൻ കഴിയും. ഞാനത് വിശ്വസിക്കുന്നില്ല. സമയമില്ല. ഫാസിസ്റ്റ് അതിപ്രസരം അത് മാറണം. ശാസ്ത്രബോധത്തിന്റെ കുറവ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശാസ്ത്രബോധം ഉൽപ്പാദിപ്പിച്ചാലേ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാകൂ എന്ന് നമുക്കറിയാം. ആ ശാസ്ത്രബോധ ഉൽപാദനത്തിന്റെ കുറവ് തിരോധിച്ചുകൾ വേണ്ട എന്ന് വയ്ക്കുന്നതും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിക്കണ്ട എന്ന് വയ്ക്കുന്നതൊക്കെല്ലാം ഉദാഹരണങ്ങൾ തന്നെ. ഫാസിസ്റ്റ് പ്രവണത ശാസ്ത്രബോധത്തിന്റെ കുറവ്. ശാസ്ത്രയുക്തിയെ ഇല്ലാതാക്കിയാലേ വരേണ്ട യുക്തി സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശാസ്ത്രയുക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ശാസ്ത്ര വിവരമല്ല ശാസ്ത്രബോധം. കേൾക്കൂ, എന്താ പറഞ്ഞത്? ശാസ്ത്ര വിവരമല്ല ശാസ്ത്രബോധം. വിവരമുണ്ടോ? ഉണ്ട്. ബോധമുണ്ടോ? പറയൂ. ഒരു ഗ്ലാസ്സിൽ വെള്ളം, മറ്റേ ഗ്ലാസ്സിലും വെള്ളം, പച്ചവെള്ളം ഒരേ അളവ്, ഒരെണ്ണത്തിൽ ഉപ്പിട്ട് ഇളക്കി. എന്തായി പറയുന്ന സയൻസാണ്. വെള്ളത്തിൽ പറയൂ ഉപ്പ് ഇട്ട് ഇളക്കിയപ്പോൾ അത് ലയിച്ചുപോയി. ആ ലയിച്ചുപോയി നായികയുടെ പേരാണ് എന്താണ്? ഉപ്പ് വെള്ളം. ഇപ്പോൾ മറക്കല്ലേ? ശാസ്ത്ര വിവരം. അത്രയും തന്നെ വെള്ളത്തിൽ ആ ഉപ്പ് കല്ലിനേക്കാൾ ചെറിയതായി പൊടിച്ച മണല് ഇട്ടു. ഇളക്കോടിളക്ക് പറയൂ, ലയിക്കുന്നില്ല. അതിന്റെ അർത്ഥം മണൽ വെള്ളത്തിൽ ലയിക്കുന്നില്ല എന്നുള്ളതാണ്. ഉപ്പ് ലായനി ഉണ്ടായതുപോലെ ഒരു ലായനി ഇവിടെ ഉണ്ടാകുന്നില്ല. എന്താ ഉപ്പ് വെള്ളത്തിൽ ലയിച്ചത്? എന്താ മണല് വെള്ളത്തിൽ ലയിക്കാനും? ഒരു മിനിറ്റ് ഞാൻ നടത്തുന്നത് ഉത്തരം മനസ്സിൽ വരാനാണ്. പറയുന്നുണ്ട് കേട്ടോ. പറയൂ, അറിയില്ലോ. ഇതെന്താ? രണ്ടും സോളിറ്റല്ലേ? അതെ. ആ ഉപ്പുവെള്ളത്തിൽ ഉപ്പിനേക്കാൾ ചെറിയ എന്താണ് മണലിട്ടത്? അതിനൊരു യുക്തി. ആ വാക്ക് പറയാനാണോ? അതിനൊരു യുക്തി. ഉപ്പ് വെള്ളത്തിൽ ലയിച്ചതിന് ഒരു യുക്തിയുണ്ട്. മണൽ വെള്ളത്തിൽ ലയിക്കാത്തതിന് വേറൊരു യുക്തി. ആ യുക്തി എന്ത് എന്ന് അറിയുന്നതാണ് ശാസ്ത്രബോധം. ഇത് വെള്ളത്തിൽ ലയിക്കുമെന്നുള്ളത് ശാസ്ത്ര വിവരമാണ്. മണൽ വെള്ളത്തിൽ ലയിക്കില്ല എന്നുള്ളത് വേറൊരു ശാസ്ത്ര വിവരമാണ്. ഇത് ലയിക്കുന്നതിന് യുക്തി എന്താണ്, ലയിക്കാത്ത യുക്തി എന്താണെന്ന് തിരിച്ചറിയുന്നത് ശാസ്ത്രബോധമാണ്. എന്തിനുള്ളതൊക്കെ പറയണേ? കേൾക്കുന്നുണ്ടോ? അത് കുറഞ്ഞു വരുന്നു. അത് അന്ധവിശ്വാസം കൂടി പറയുന്നത്. ബോധപൂർവ്വം അത് ഇല്ലാതാക്കുന്നു. അതാണ് ശരി. അവിടെയാണ് സെർച്ചിന്റെ ചുമതല. ബോധപൂർവ്വം ശാസ്ത്രബോധം ഇല്ലാതാക്കുന്നു. ലക്ഷ്യമിട്ടിട്ടാണ്. അടുത്ത ചുരുക്കി മാറ്റുന്നത് കമ്പോള നൈതികതയുടെ കടന്നുകയറ്റം. ന്യൂലിബറൽ ഹാങ് ഓവർ ഇതിന് വേണമെങ്കിൽ പറയാം. ന്യൂലിബറൽ ഹാങ് ഓവർ അപകടകരമായ ഒന്നാണ്. മനുഷ്യ മനസ്സിനെ ആനന്ദത്തിൽ ആറാടിക്കുവാനുള്ള അറിവുൽപാദനത്തിലേക്ക് എത്താതെ കമ്പോളത്തിന്റെ താല്പര്യത്തിലുള്ള പറയൂ അറിവുൽപാദനത്തിലേക്ക് വരികയാണ്. കേൾക്കുന്നുണ്ടോ? നമ്മളെ പരിശോധിക്കുക, നമ്മുടെ സിലബസ് പരിശോധിക്കുക, നമ്മുടെ കരിക്കുലം പരിശോധിക്കുക. കമ്പോളത്തിന്റെ അംശങ്ങൾ അതിനകത്ത് കാണാം. അതിനകത്ത് കാണാം. ആ ന്യൂലിബറൽ സാന്നിധ്യം സ്വാതന്ത്ര്യത്തെ എന്താണ് ഇല്ലാതാക്കും. കൃഷി എന്തിനാ കൃഷി? എന്തിനാണ് കൃഷി ചെയ്യുന്നത്? കുട്ടി പാഠപുസ്തകത്തിന് കൊടുക്കുന്നു ലാഭം കിട്ടാൻ. കേൾക്കുന്നുണ്ടോ? ടൈം കൊടുത്തിട്ട് അധ്യാപകൻ വരുന്നു, പറയൂ ഒരു പാവപ്പെട്ട പറയൂ ചത്തുപോലിടാത്ത ഒരു കർഷകൻ താണുകൊണ്ടത് അടുത്തു വരുന്നു. അയാളോട് ചോദിക്കുന്നു എന്തിനാ എന്താണ് കൃഷി ചെയ്യണേ? അറിയില്ല.
ലാഭം കിട്ടാനാ. ഓ, ഇപ്പൊ എന്താ മിണ്ടാണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ രണ്ടുപേരും എന്തിനാ കൃഷി ചെയ്യണേ എന്നുള്ളതാണ്. കേൾക്കുന്നുണ്ടോ? അല്ല, അത് കമ്പോളറിന്റെ ഉത്തരാണ്. പ്രകൃതി നൽകിയത് ഉത്തരല്ല. കൃഷി ചെയ്യുന്നത് പാരിസ്ഥിതിക സന്തുലനം നിലനിർത്താനാണ്. അതിൽ കൂടെ പണം കിട്ടണം, നിലനിൽക്കണം എന്നുള്ളത് വേറെ പ്രശ്നം. ആത്യന്തികമായി കൃഷി എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരം പാരിസ്ഥിതിക സന്തുലനം നിലനിർത്താനാണ്. അത് കമ്പോളം നൽകുന്ന ഉത്തരല്ല. കമ്പോളം നൽകുമ്പോൾ അത് ലാഭത്തിനാണ്. ലാഭത്തിനാവുമ്പോ കൃഷി കച്ചവടമായി. കൃഷി കച്ചവടമായാൽ കൃഷി ചെയ്യുന്ന മണ്ണ് ചരക്കായി. ഹലോ, നീണ്ടുപോയത് കാരണം നമ്മളോടാ. കേൾക്കുന്നുണ്ടോ? മണ്ണ് ചരക്കായി, എന്താണ് കൃഷി കച്ചവടമായി. കുട്ടിയുടെ മനസ്സില് കൃഷി ലാഭം ഉണ്ടാക്കാൻ മാത്രമാണ് എന്നായി. ലാഭം വേണ്ടെന്ന് പറയണ്ട, അത് ജീവിക്കാനുള്ള വഴിയാണ്. ആത്യന്തികം ഫിലോസോഫിക്കലായിട്ട് എന്തിനാണ് മനുഷ്യന്റെ നിരത്താണ് ജ്ഞാനം. കർഷകർക്ക് ജ്ഞാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കർഷകർ PhD ഉണ്ടാകണം എന്നല്ല അർത്ഥം. ഞാൻ കൃഷി ചെയ്യുന്നത് പ്രകൃതിയെ സംരക്ഷിക്കാനാണ് എന്നുള്ള ആ ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ ജ്ഞാനമുണ്ട് എന്ന് പറയും. അതാണ് ജ്ഞാനിയായ കർഷകൻ. ഇതെല്ലാം ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ്. അങ്ങനെയുള്ള കരിക്കുലം കറക്ഷൻ, സ്വതന്ത്രമായ അറിവുൽപാദനത്തിന്റെ ഇടമാകണം ക്ലാസ്സുകൾ. സ്വതന്ത്രമായ ജ്ഞാനോത്പാദനത്തിന്റെ ഇടങ്ങളാകണം ക്ലാസ്സുകൾ. ആ ജ്ഞാനോത്പാദനത്തിന്റെ പരിസരത്ത് സന്തോഷത്തിന്റെ പുത്തിരികൾ എത്തും. സമൂഹ മനസ്സിലും ആ തിരികൾ വിടലും പ്രകാശം പരത്തും നിർത്തുന്നു.